ഈ ഒരു വില്ല പ്രോജക്റ്റ് നമ്മൾ നേരത്തെ തന്നെ പരസ്യം ചെയ്തതാണ്. ടോട്ടലായിട്ട് 15 വില്ലയിൽ ഇനി ഒരൊറ്റ വില്ലേ ബാക്കിയുള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള 1820 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വില്ലയാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടൻ ടെക്നോ പാർക്കിന്റെ വിസിനിറ്റിയിൽ വരുന്നതാണ് ഈ ഒരു വില്ല പ്രോജക്റ്റ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നിലും മേനംകുളത്ത് വന്ന് പടിഞ്ഞാറ്റുമുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് ഇടത്തോട്ട് തിരിയുക. പുത്തൻതോപ്പ് റോഡിലേക്ക് കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് JS ഹോംസിന്റെ ഈ ഒരു വില്ല പ്രോജക്റ്റ് കാണാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വില്ല പ്രോജക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങിയെടുക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഇതിനകത്ത് പരസ്യം ചെയ്തപ്പോൾ കൂടുതൽ പേരും നമുക്ക് പണി തീരാത്ത വീടുകളാണ് ചൂസ് ചെയ്തത് കേട്ടോ. കാരണം അവരുടേതായിട്ടുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിതായി ഈ വീടുകളൊക്കെ ഓൾറെഡി ആ വീഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്താണെങ്കിൽ ഓൾറെഡി ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തതാണ്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്കിതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ഏക്കറിന് മേളിൽ വരുന്ന സ്ഥലത്ത് 15 വില്ലാസ് മാത്രം വരുന്നൊരു പ്രോജക്റ്റാണ്. നമുക്ക് ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസും വരുന്നുണ്ട്. മുൻവശത്ത് ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം നമ്മുടെ ക്ലബ് ഹൗസ് ആണ്. അതിൻ്റെ താഴത്തെ നിലയിൽ നമുക്കൊരു പാർട്ടി ഏരിയ, പിന്നെ അവിടെ തന്നെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ്, പിന്നെ ഗസ്റ്റിൻ്റെ വണ്ടികൾ 7 വണ്ടികൾ ഇടാനുള്ള സ്ഥലം കിട്ടും. അതിൻ്റെ മേളിലായിട്ട് ജിമ്മും ഒരു ലൈബ്രറിയും വരും. പിന്നെ അല്ലാണ്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഇങ്ങനെ ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസും വരുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. സെക്യൂരിറ്റി സർവീസ് ഫുൾ ടൈം ഉണ്ടാകും നമുക്ക്. അതുപോലെ CCTV സർവൈലൻസിലായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുക. ഇത് വരുന്നത് 4.2 സെൻസ് ആണ്. ഈ ഭാഗത്ത് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്കൊരു വണ്ടിയും കൂടെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തുള്ള വാതില്, കട്ടള ഇതെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടുത്തെ ആംബിയൻ ലൈറ്റിംഗ് എല്ലാം നല്ല രസമാണ് കേട്ടോ. വീട്ടിനകത്ത് കയറുമ്പോൾ നല്ലൊരു മൂഡാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇവിടെ കീപ്പ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു സെഗ്രിഗേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. കിച്ചണിലേക്കുള്ള കൗണ്ടറിന്റെ ടോപ്പ് ഇതുപോലെ കുറച്ച് സ്റ്റോറേജ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. നല്ല ഹാൻഡിൽലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും. ഇവിടെയുള്ള പൈപ്പ് ഫിറ്റിംഗ് ആയാലും ഇതല്ല വാഷ് ബേസിനായാലും ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ കാണാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ഐവറി വുഡൻ തീമിലാണ് നമുക്ക് കിച്ചണിന്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് വരും. സോഫ്റ്റ് ക്ലോഷർ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പിൻവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ശരിക്കും ഒരു വീട് നമ്മൾ ലക്ഷറി ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ആ രീതിയിൽ പ്രീമിയം ബ്രാൻഡഡ് ആയിരിക്കണം. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ പൈപ്പ് ഫിറ്റിംഗ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വിച്ചസ് ആയാലും നമുക്ക് സ്റ്റൈൽസ് ആയാലും എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ വലിയൊരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേണ്ട നിലയിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ. നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലാ റൂമുകളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് കാണാം. ഒരു ഓപ്പൺ ടെറസ് എന്ന് പറയുന്നതിലുപരി നമുക്ക് ഇതുപോലെ ഒരു കവേർഡ് ടെറസ് എന്ന് പറയാം. കാരണം ഇതുപോലെ വാർത്തൊരു സ്പേസ് തന്നെയാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനെല്ലാം വെക്കാം. അത്യാവശ്യം തുണിയൊക്കെ ഇവിടെ തന്നെ ഉണങ്ങാനിടാനുള്ള സൗകര്യവും ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു റൂമിന്റെ ലേഔട്ടിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് മുൻവശത്തെ ബാൽക്കണിയിലേക്ക് പോകാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. ബാൽക്കണി സ്പേസിൽ നിന്ന് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു റെയിലിംഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു പാർട്ടി ഏരിയ കണക്കൊക്കെ പ്രയോജനപ്പെടുത്താം. അകത്തേക്കുള്ള റോഡെല്ലാം നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നോക്കി, 2 ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ രീതിയിൽ വീതിക്കാണ് നമുക്ക് അകത്തേക്കുള്ള റോഡെല്ലാം വരുന്നത്. ഇതിൻ്റെ ടാറിങ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ മാത്രമുണ്ട്. നമുക്ക് നമ്മളായിട്ടുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശങ്ങളിലിരുന്ന് തിരുവനന്തപുരത്ത് വില്ല പ്രോജക്റ്റിനകത്ത് വീട് ചോദിക്കുന്ന ആൾക്കാർ ഒത്തിരിയധികം പേരുണ്ട്. നമ്മളെ വിളിക്കുന്നവരുണ്ട്. നിങ്ങൾ നമ്മളെയൊന്നും വിളിക്കേണ്ട, നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. കാരണം നമ്മൾ ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇതിലെല്ലാം കൊടുക്കുന്നത് നേരിട്ട് ഓണറിൻ്റെ നമ്പറാണ്. ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരിട്ട് അദ്ദേഹമായിട്ട് തന്നെ സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 96 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.